സനൽകുമാർ എന്ന അധ്യാപകൻ ചരിത്ര ഗവേഷണത്തിലാണ്. സ്വന്തം നാടിന്റെ സംസ്കാരത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഗവേഷണം നടത്തുന്നത്. മൺമറഞ്ഞ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ പുരാവസ്തു വകുപ്പിന് വലിയ മുതൽക്കൂട്ടാകും. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്ത് നെന്മേനി കോവിലകം പറമ്പിലാണ് ചരിത്രത്തിലെ അറിയപ്പെടാത്ത അധ്യായത്തിലെ നിരവധി തെളിവുകളുള്ളത്. ഡോക്ടർ വി സനൽകുമാർ എന്ന അധ്യാപകന്റെ പരിശ്രമമാണ് ഇതിനു പിന്നിൽ. തൻ്റെ നാടിൻ്റെ ചരിത്രം അന്വേഷിച്ചുള്ള യാത്രയിലാണ് അദ്ദേഹം പല കണ്ടെത്തലുകളും നടത്തിയത്. പ്രാചീന വെൺകുണ്ട്ര രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ് നെന്മേനി. തമിഴ് സംഘകൃതികളിൽ ഈ നാടിനെക്കുറിച്ചറിയാം. അന്നത്തെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. സനൽകുമാറിൻ്റെ ആവശ്യപ്രകാരമാണ് കോവിലകം പറമ്പിലെ പുരാതന കിണർ പുരാവസ്തു വകുപ്പ് കുഴിച്ചത്. 13 വർഷം മുമ്പ് നടന്ന ഉത്ഖനനത്തിൽ നിന്ന് ലഭിച്ചത് നിർണായക ചരിത്ര തെളിവുകൾ. കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നിട്ടുള്ള ചരിത്ര അന്വേഷണത്തിനകത്ത് ഈ ഏകദേശം ഒരു 10,000 വർഷത്തിന് പിറകിലേക്ക് പോകാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെന്മല ഭാഗത്തു നിന്നുള്ള മലനിരകളിലുള്ള ഗുഹാസങ്കേതങ്ങൾ, നാച്ചുറൽ റോക്ക് ഷെൽറ്റേഴ്സ്, അതേപോലെ തന്നെ അവിടെയുള്ള പാറപ്രദേശങ്ങളിൽ നിന്ന് ഈ പ്രദേശങ്ങളിലുള്ള പാറപ്രദേശത്തിൻ്റെ പരന്ന പാറപ്രദേശങ്ങളുടെ ഭാഗത്തുള്ള പോസ്റ്റ് ഹോൾസുകൾ, ഇവിടെ നിന്ന് കണ്ടിട്ടുള്ള ചരിത്രരേഖകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 26ഓളം മൈക്രോലിത്തിക് സൈറ്റുകൾ മെസോലിത്തിക് കാലഘട്ടത്തിലേക്കും, അതായത് പ്രാചീന മധ്യകാല ശിലായുഗത്തിലേക്കും പ്രാചീന ശിലായുഗത്തിലേക്കും വെളിച്ചം വീശാവുന്ന നിരവധി മൈക്രോലിത്തിക് ഉപകരണങ്ങളുടെ 26 കേന്ദ്രങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാചീന ശിലായുഗത്തിലെയും മധ്യശിലായുഗത്തിലെയും തെളിവുകൾ ഇവിടെ കാണാം. ചരിത്രാതീത കാലത്തെ ഗുഹകൾ ഇവിടെയുണ്ട്. എട്ടാം നൂറ്റാണ്ടിലേതെന്നു കരുതുന്ന ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട്, മുനീശ്വരൻകാവ്. ഇവിടുത്തെ മുനിശില്പം ഏറെ പ്രത്യേകതയുള്ളതാണ്. ചരിത്രത്തിൽ വിട്ടുപോയ കണ്ണികൾ വിളക്കിച്ചേർക്കാൻ പറ്റുന്ന വിവരങ്ങൾ നെന്മേനിയിൽ നിന്ന് കിട്ടും. പക്ഷേ സർക്കാരോ പുരാവസ്തു വകുപ്പോ താൽപ്പര്യം കാണിക്കുന്നില്ലെന്നാണ് സനൽകുമാറിന്റെ പരാതി. ഇനിയും നമ്മൾ എക്സവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുണ്ടുകുളത്തിൽ നിന്നും അതേപോലെ തന്നെ കിണറിൽ നിന്നും മറ്റുമൊക്കെ വീണ്ടും ചില വിലപിടിപ്പുള്ള സാധനങ്ങളും മറ്റുമൊക്കെ കിട്ടുവാനുള്ള സാഹചര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലും ചരിത്ര കുതൂഹലികൾക്ക് ഒരു പഠനത്തിൻ്റെ സ്മാരകങ്ങൾ എന്നുള്ള തലത്തിലായിട്ട് അവരൊരു പ്രചോദനം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഭാഗമായിട്ട് സംരക്ഷിക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാരോ സംസ്ഥാന പുരാവസ്തു വകുപ്പോ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. കൊല്ലങ്കോടിനടുത്ത് നെന്മേനിയിലെ കോവിലകം പറമ്പിലെ ഒരു കിണർ കുഴിച്ചാണ് ഇവിടെയുള്ള മിക്ക ചരിത്രാവശിഷ്ടങ്ങളും പുറത്തെടുത്തത്. നിരവധി സംസ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ മണ്ണിൽ പുരാവസ്തു വകുപ്പ് വലിയൊരു ഖനനം നടത്തിയാൽ നിരവധി ചരിത്ര സത്യങ്ങൾ പുറത്തുവരും.